ഡീസലിന് 1.5 ടർബോ ഇല്ല, ടർബോ ചാർജർ തന്നെയാണ്. കൂട്ടിക്കോളി ബെനിഫിറ്റ് കൂടുതലൊക്കെ പറഞ്ഞോളി, കുറയ്ക്കാണ്ടാളെ കൂട്ടിക്കോളി. ഡോക്ടർ ഓണർ വണ്ടിയാ, ഡോക്ടറെ വിട്, നല്ല ഡോക്ടറാ, ഡ്രൈവറെ കറക്റ്റ് മെയിൻ ചെയ്ത ഡോക്ടർ, നല്ല ഡോക്ടറാ. ഡോക്ടർ പല പ്രത്യേക ഡോക്ടറാ, ഡോക്ടർ സേവനം ചെയ്യുന്ന ആളാ. അമ്മമാരെ ആളത് 10,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. 10,000 രൂപ ഉണ്ട്. 2019 സ്പോർട്സ് ആണ്, W8 വെറും 6.5 കൊടുക്കാം. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. 11 രൂപ ലോൺ കിട്ടും. മൈലേജ് എന്തായാലും 15 എന്തായാലും കിട്ടും. 1.6 ഡീസൽ ഓട്ടോമാറ്റിക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിറ്റി കാസിൽ അടിപൊളി. കച്ചവടം മോശമാടാ, വളരെ മോശം. വളരെ മോശമല്ല, മോശമാണ്. അല്ല, മൊത്തത്തിൽ മൊത്തത്തിൽ ഡൗണാ. ഫെബ്രുവരി 10 തീയതി മോശമാണ്. എല്ലാം അടിച്ച് കാലി ചൂലുകൊണ്ട് അടിച്ച് കേക്ക് പുറത്തേക്കാൻ പോലെ പണിക്കാറ് കേട്ടോ. വണ്ടി മുഴുവൻ ഒക്കെ ചെറിയ ലാഭത്തിൽ ബാഗ് കൊടുത്തിട്ട് ഒഴിവാക്കുക. ലാഭം വേണ്ട, പുതിയ സ്റ്റോക്ക് കയറിട്ട് കച്ചവടം നടക്കട്ടെ വെച്ചിട്ട് ലാഭം വേണ്ട. ചെറിയ ലാഭം എടുക്കട്ടോ, വലിയ ലാഭം എടുക്കാതെ ചെറിയ ലാഭത്തിന് സാധനം കാണിച്ച സാധനത്തൊക്കെ വില കുറച്ച് കാണിക്കുമ്പോൾ ആൾക്കാർ പേടിക്കണ്ട. ആ ലാഭം ചോദിക്കുന്ന വില ചിലപ്പോൾ കഴിഞ്ഞ വീട്ടിൽ 12 വെച്ച സാധനം 15 രൂപയ്ക്ക് മേടിക്കും, 50 ലാഭം. ഈ 12 വെച്ച സാധനം 12 എടുക്കില്ലല്ലോ, ചെറിയ ലാഭമുള്ളൂ. 10 രൂപ ലാഭം എടുക്കണ്ടേ, അത്ര ചിലവില്ല. അതുകൊണ്ട് അടിച്ച് വിടുകയാണ്. മാർജിൻ കുറച്ച് ചെയ്യാൻ വേണ്ടി പോവാ. ലാസ്റ്റ് മുട്ടിച്ച വില മറ്റേ വീഡിയോയിൽ കയറ്റി പറയാം, എന്നിട്ട് കുറച്ച് കൊടുക്കും. അതൊന്നുമില്ല, മുട്ടിച്ച വില പറയാ. കച്ചവടം ചെയ്യുക, കച്ചവടം മോശമാണ്. കഴിഞ്ഞ മാസം ഞാൻ ഇതുവരെ 2 മാസം പറഞ്ഞില്ലല്ലോ, ഇപ്പൊ കുറച്ച് ഒരു ഡൗൺ ആണ്. മാർച്ച് കഴിഞ്ഞാൽ റെഡി വെക്കും. അപ്പൊ വണ്ടി കാണിച്ചാലോ? കാണിക്കാം. ലൊക്കേഷൻ കോഴിക്കോട് മീഞ്ചന്ത മിനി ബൈപ്പാസിൽ. കോഴിക്കോട് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഷോറൂം, മലപ്പുറം ഭാഗത്ത് വരുമ്പോൾ ആദ്യത്തെ ഷോറൂം. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കി വീഡിയോയിൽ കാണാം. ആദ്യ വാഹനം ഫോക്സ് വാഗൺ വെൻഡോ ആണ്. KL11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. വെൻഡോ 2017 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഹൈലൈന്. ഹൈലൈന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, കോഴിക്കോട് രജിസ്ട്രേഷൻ, ഫാൻസി നമ്പർ. ഫാൻസി നമ്പറാണ്, കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ ഓടി. 70,000 കിലോമീറ്റർ ഓടി. വണ്ടി ഫുള്ള് ക്ലീൻ ആണ്. റീപ്ലേസോ ക്ലെയിമോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. ടയറെല്ലാം ഗുഡാണ്. പിന്നെ ഫുൾ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. DST ഗിയർ ബോക്സ്, പെഡൽ ഷിഫ്റ്റിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് കമ്പനി തന്നെ. പെഡൽ ഷിഫ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ടെക്ട്രോണിക് സാധാരണ ഇങ്ങനെ വരില്ലല്ലോ, കമ്പനി തന്നെ ആഡ് ചെയ്താണ്. പറയണം, പ്രത്യേകിച്ച് എക്സ്ട്രാ ഫിറ്റിംഗ് പെഡൽ ഷിഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് ചോദിക്കുന്ന 8,60,000 രൂപയാണ്. 8,60,000 രൂപ. ഡീസൽ ഓട്ടോമാറ്റിക്. ഒരുപാട് പിന്നെ വിലയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. ചെറിയ മാർജിൻ കൊടുക്കുന്നതാണ് വില മുട്ടി ചോദിക്കുന്നത്. സംഭവം 9,000 ചോദിക്കുന്ന വണ്ടിയാണ്. 8,60. ഇതിന്റെ മേലെ ഹൈലൈൻ പ്ലസ്. ഇത് ഹൈലൈൻ പ്ലസ് ആണ്. ഹൈലൈൻ പ്ലസ് ആണ്. ഹൈലൈൻ അല്ല, ഹൈലൈൻ പ്ലസ്. തുടക്കത്തിൽ ഹൈലൈൻ ഹൈലൈൻ പ്ലസ് കിട്ടാം. പ്ലസ് ആകുമ്പോൾ നിങ്ങൾ വില കൂട്ടി തരുന്ന 8,60 ഹോണ്ട ജാസ് KL76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ ആണ്. 2019 മോഡലാണ്. ജാസ് പെട്രോൾ V ആണ്. VX അല്ല, V. പിന്നെ 60,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. തട്ടില്ല, മുട്ടില്ല, റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഗ്യാരണ്ടി വണ്ടി. ഹോൾസെയിൽ വില 6,50,000 രൂപ. 6,19,000 V ആണ്. 19 V 6,00,000 രൂപക്ക്. മാനുവൽ ആണ് വാഹനം. മാനുവൽ ആണ്, നല്ല ക്വാളിറ്റി വാഹനം. ഏകദേശം ഒരു 13-16 റേഞ്ച് മൈലേജ്. 15 കിലോമീറ്റർ മൈലേജ് കിട്ടും കേട്ടോ. ഹൈവിടെക് വണ്ടികളൊക്കെ നല്ല ഹോണ്ടന്റെ പെട്രോളിലൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. കരുതി ഓടിച്ചാൽ മാത്രം മതി. 19 വണ്ടിയാണ്. 6,500 വില. ഒരു 6 വരെ ലോൺ ഇട്ട് കൊടുക്കുക. 50,000 രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോവാ. 2019 ജാസ്. 50,000 ഇല്ലെങ്കിലും പോരി അടിച്ചു വിടാണ്. ഒന്നും നോക്കണ്ട. ഫോക്സ് വാഗൺ പോളോ KL23 രജിസ്ട്രേഷൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ കളറിൽ കാണിച്ച പെട്രോളാണ്. 2017 മോഡല്. ഇത് ഫോക്സ് വാഗൺ പോളോ നിർത്തുന്ന സമയത്ത് ഡീസൽ വണ്ടി 19 നിർത്താണല്ലോ. ഫോക്സ് വാഗൺ എല്ലാം 19 നിർത്തുന്നത്. 19 മോഡൽ വണ്ടി, ന്യൂ ഷേപ്പ്. 19 ഫ്രണ്ട് ബമ്പർ ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയില്ല, ഫ്രണ്ടും ബാക്കും ബമ്പർ മാറി വരുന്ന ആ മോഡൽ. ടർബോ ഇല്ല, ഡീസൽ 1.5 ഡീസൽ എഞ്ചിൻ. ഹൈലൈൻ പ്ലസ് ആണ്. പിന്നെ 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ ഓടി. ഇതും വില കുറവാണ്. 8.5 കൊടുക്കുക. ഡീസൽ ടർബോ ചാർജർ ഉണ്ടോ നോക്കിയാറില്ല. മറ്റേ റാപ്പിഡ് ടർബോ ചാർജർ ഇതിന് അങ്ങനെ വരുന്നത് നോക്കിയാറില്ല. ടർബോ ഇല്ലാന്നുണ്ട് അഭിപ്രായം ഡീസലിന്. 1.5 ടർബോ ഇല്ല, ടർബോ ചാർജർ തന്നെയാണ്. ഉണ്ടെങ്കിൽ കൂട്ടിക്കോളി. ബെനിഫിറ്റ് കൂടുതലൊക്കെ പറഞ്ഞോളി, കുറയ്ക്കാണ്ടാളെ കൂട്ടിക്കോളി. അപ്പൊ ഇതൊക്കെ 2019 ഡീസൽ പോളോ വെറും 8,500 ബുക്കാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 8,00,000 രൂപയ്ക്കാണ്. തൊട്ടപ്പുറ ഷോപ്പിൽ 9,000 രൂപയ്ക്കുണ്ട്. ഇനങ്കാട് കിലോമീറ്റർ ഓടി തൊട്ടപ്പുറ ഷോപ്പിൽ. ഇത് 50. 55 ഓടി വണ്ടിക്ക് 9,000 രൂപയ്ക്കുണ്ട്. ഇതൊക്കെ 2019 ഹൈലൈൻ പ്ലസ് പുതിയ മോഡല് വെറും 8,000 രൂപ. എവിടുന്നാ കിട്ടുക? വേഗം പോവാ, പാഞ്ഞു പോരി. ഇവിടെ കിട്ടൂല. സിറ്റി കാറിൽ വേറെ എവിടെ കിട്ടൂല, പാഞ്ഞു പോരി. അറിയാം, നല്ല വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, ക്ലെയിം ഇല്ല, ഒന്നുമില്ല. 8 രൂപ ലോണും കിട്ടും. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം.
ആയിക്കോട്ടെ. ഓക്കെ. ഇതാ ക്രെറ്റയാണ് KL11 കോഴിക്കോട് വണ്ടി. ഇത് KL11 കോഴിക്കോട് വണ്ടി. പിന്നെ ഫേസ് ലിഫ്റ്റ് ആയി 18 ഇറങ്ങിയ വണ്ടി. സൺറൂഫ് എല്ലാം വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 1,20,000 കിലോമീറ്റർ ഓടി ഫുള്ള് കമ്പനി സർവീസ് പോയ വണ്ടിയാണ്. യാതൊരുവിധ ക്ലെയിമോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അണ്ടർ വാറണ്ടി ഓടിയ വണ്ടിയാണ്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പ്. പിന്നെ ഓട്ടോ ചാർജ്, സൺറൂഫ് എല്ലാം വരുന്ന ആ ടൈപ്പിൽ വണ്ടി. ഇത് 18-19 ഇറങ്ങിയ 2 വർഷം ഇറങ്ങിയ ന്യൂ ഷേപ്പ് വണ്ടി. 18-19-20 കൂടി വണ്ടി ഉണ്ട്. ഇനി പുതിയ വണ്ടിക്ക് അന്ന് വില 19 ലക്ഷം രൂപയാണ് വില. 18-90 വിലയാണ്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. 11 റുപ്യ ലോൺ കിട്ടും. മൈലേജ് എന്തായാലും 15 എന്തായാലും കിട്ടും. 1.6 ഡീസൽ ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് 80 വരിക. ഫുള്ളി ഓട്ടോമാറ്റിക് അറിയാലോ. ക്രെറ്റക്കാരനെ വന്നിട്ടുള്ളൂ. ഇത് 11.25 കൊടുക്കാം. 11.25 കൊടുക്കുക. 11 റുപ്യ ലോണും കിട്ടും. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. 1.20 നോക്കേ വേണ്ട. വണ്ടി ഫുള്ള് ഗ്യാരണ്ടിയാണ്. ഒരു കുഴപ്പമില്ല. എൻജിൻ സൈഡ് ആയിക്കോട്ടെ, മെക്കാനിക്കൽ ഭാഗം എല്ലാം ക്വാളിറ്റിയാണ്. വണ്ടി സിംഗിൾ റീപ്ലേസ് പോലും വണ്ടിക്കില്ല. 11.75 സൺറൂഫ് ഉള്ള ഡീസൽ ഓട്ടോമാറ്റിക്. എവിടെ കിട്ടുക? എവിടെയും കിട്ടൂല. സിറ്റി കാറിൽ മാത്രം. ഇന്നത്തെ ഡയലോഗ് ഇതാ. മഹീന്ദ്ര XUV 500 KL23 2016 മോഡൽ W10 ഓട്ടോമാറ്റിക്. W10 ഓട്ടോമാറ്റിക് 86,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. ഇൻഷുറൻസ് വന്നിട്ട് 4 മാസം തീരും. പിന്നെ 4 മാസം വരെ ഇൻഷുറൻസ് ഉള്ളൂ. പിന്നെ 10 ലക്ഷം IDV ഉണ്ട്. സർവീസ് ബുക്ക്, സ്പെയർ കീ എല്ലാം ഉണ്ട്. അന്നത്തെ ടോപ്പ് ടോപ്പ് 2016 ടോപ്പ് W10. 2018 W11 ഇറങ്ങും. 16 ന്യൂ ഷേപ്പിൽ W10 ആണ്. ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു ആപ്പിളിന്റെ കളറാണ്. കറക്റ്റ് കളറിന്റെ പേരൊന്നും അറിയില്ല. ആപ്പിൾ കളറാണ്. വണ്ടി സൂപ്പറാണ്. കമ്പനി സർവീസ് 60 വരെ പോയിട്ടുണ്ട്. 2 സർവീസ് പുറത്തുനിന്നാണ്. 70, 80 പുറത്തുനിന്ന് എടുത്ത് 60 വരെ കറക്റ്റ് സർവീസ് കമ്പനിയിലുണ്ട്. പിന്നെ മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. ട്രിവാൻഡ്രം സബ് RTO നെയ്യാറ്റിങ്കര KL20 രജിസ്ട്രേഷൻ. KL20 പെരുന്നാപ്പള്ളിയില്ലേ KL20. നമ്പർ കാണിക്കാത്ത സുഹൃത്തുക്കളെ പറഞ്ഞല്ലോ. ഇനി പറയില്ല. നമ്പർ കാണിക്കാത്ത കസ്റ്റമർ ഡയറക്റ്റ് വിളി. പിന്നെ കസ്റ്റമർ പേര് മാറാൻ വിളിക്കുക. ബുദ്ധിമുട്ടാണ് നമ്പർ കാണിക്കാതെ. വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ 2016 W10 ഓട്ടോമാറ്റിക് വെറും 10,50,000 രൂപ. ഈ വണ്ടി ഇറങ്ങുമ്പോൾ അന്ന് ഓട്ടോമാറ്റിക് 22,50,000 രൂപ വിലയാണ് 2016. അതിന് നേർ പകുതിയും ഇല്ല. 10,50,000 രൂപയ്ക്ക് ഫുള്ള് ലോണിൽ W10 ഓട്ടോമാറ്റിക്. കേരള വണ്ടി തന്നെയാണ്. കേരള വണ്ടിയുടെ പരിപാടിയുള്ളൂ. റീ ഇല്ല. ഇവനെ കട്ടാക്കുച്ചി കേസൊക്കെ ചെയ്യും. നമ്മളതൊന്നും ഇല്ല. നല്ല നല്ല കേസേ പിടിക്കുള്ളൂ. റീ പരിപാടികളൊന്നും ഇല്ല. മനസ്സിലായില്ലേ? എക്കണൊന്ന് ലെവലാക്കാണ്ടെന്ന് സെറ്റായിക്കൊണ്ട്. ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പക്ഷെ വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിന് മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നേരെ കഴിഞ്ഞ വീഡിയോ ഇല്ല. കഴിഞ്ഞ വീഡിയോയുടെ മുന്നത്തെ വീഡിയോ, അതിന്റെ മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഏജ് സ്റ്റോക്കാണ്. ഏജ് സ്റ്റോക്ക് ആയാലും വണ്ടി ക്വാളിറ്റിയാണ്. അപ്പോൾ പിന്നെ ചില സമയം ചിലത് അങ്ങനെയാണല്ലോ. ചില കേസുകൾ എത്താത്ത ഒരു പ്രശ്നങ്ങൾ. ഒന്നാണ് ഡീൽ ചെയ്തു. ചില ലോൺ പാസ്സാത്ത കേസൊക്കെ ആയിട്ട് അങ്ങനെ സ്ലിപ്പായി പോയി. 2018 മോഡലാണ്. ZX ഓട്ടോമാറ്റിക് 50,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് KL9 രജിസ്ട്രേഷൻ. പാലക്കാട് രജിസ്ട്രേഷൻ ആണ്. റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഒരു ക്ലെയിമും ഇല്ല. 50,000 കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഓടി വില വെറും 10.5 ലക്ഷം രൂപ. 10,50,000 2018 കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാം വരുന്ന 2018 ZX. ലോൺ ഒരു 9 ലക്ഷം വരെ, ഒരു 9.5 കിട്ടും ലോണ്. അതെ. ജാസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം അതേ സെയിം മൈലേജ് ജാസിന്റെ മാനുവൽ ആയിട്ട് കുറച്ച് കൂടി ബെറ്റർ ആയി കിട്ടും. ഓട്ടോമാറ്റിക് ആയത് കാരണം ഓട്ടോമാറ്റിക് ആയത് കാരണം ഒരു 15 താഴെ പ്രതീക്ഷ മതി. 15 താഴെ CVT ഗിയർ ബോക്സ് വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ഹോണ്ട സിറ്റി. നമുക്ക് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും. 10,50,000 i10 ഗ്രാൻഡ് KL76 നന്മണ്ട രജിസ്ട്രേഷൻ. 2019 മോഡൽ i10 ഗ്രാൻഡ് സ്പോർട്സ് പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടി. കുറച്ചൊരു ഓട്ടം പോയില്ല. ഓട്ടം പോയി. വില കുറവുണ്ട് കേട്ടോ. 4.60 ചോദിക്കുന്നുള്ളൂ. 19 സ്പോർട്സ് 4.60. 4,60,000 രൂപ. അതെ. ലോൺ ആ ഒരു എമൗണ്ട് ലോണും കിട്ടും. എത്ര? 4 രൂപ ലോൺ കിട്ടും. 10,000 രൂപ ഇറക്കാൻ പറ്റും. 10,000 രൂപ ഉണ്ട്. 2019 സ്പോർട്സ് ആണ്. ലോൺ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആളുകളുടെ. പിന്നെ ഇത് ചെറിയ 5 ലക്ഷത്തിന് താഴെ ആണെങ്കിൽ ആർക്കായാലും കയറേണ്ടതാണ്. 5 ലക്ഷം താഴെ ആണെങ്കിൽ സിബിൽ സ്കോർ അത്യാവശ്യം ഉണ്ട്. അല്ല, സിബിൽ തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ സിബിൽ തെറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്ന ബാങ്ക് ഉണ്ട്. ഇൻട്രസ്റ്റ് കൂടും. പിന്നെ സിബിൽ തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. മാരക തോക്കാവരുത്. ചെറിയ AK-47 വരെ പിടിക്കുക. അതിന്റെ മുകളിലേക്കുള്ള സാധനം കാണാൻ കഴിയൂല. ഓക്കെ, അത് സെറ്റ് ചെയ്യാം. ആയിക്കോട്ടെ. നമുക്ക് തോക്കിനെ പറ്റി വലിയ തോക്ക് ഉദ്ദേശിച്ചതല്ല പറഞ്ഞത്. മാരകമായ അടുത്തൊരു തിരുവനന്തപുരം വാഹനമാണ് KL22. നമ്മളെ കേസ് പോയി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ പിടി അവിടെ നേരെ ഫുള്ള് കളി അവിടെ തന്നെ. എനിക്ക് ഇവിടെ മാത്രമല്ല പിടി. അപ്പോൾ 2017 മോഡല് W8 ഓട്ടോമാറ്റിക്. W8 ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണറാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. ഫുള്ളിന്റെ താഴെ ഫുള്ളിന് താഴെ താഴെയല്ല. അന്നത്തെ ഫുള്ളിന് താഴെ നേരെ താഴെ 17 W10 ഉള്ളൂ.
11 18 11 വരുന്നത്. ഓക്കെ. അന്നത്തെ സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നത് 2017 മോഡൽ W8 ഓട്ടോമാറ്റിക്. ഓക്കെ. വെറും 9 ലക്ഷം രൂപ കൊണ്ടേ കൂടി. എത്രയാ ഓട്ടോ? വെറും 9 ലക്ഷം രൂപ, 1.5 ലക്ഷം കിലോമീറ്റർ വെറും 1.5. അതെ, കേരള വണ്ടി തന്നെയാണ്, വേറെ ഒന്നുമില്ല. 9 ലക്ഷം രൂപയ്ക്ക് 1.5 ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് സർവീസ് റെക്കോർഡും പോയിട്ട് ഡോക്ടർ ഓണർ വണ്ടിയാണ്. ഡോക്ടറെ വിട്, നല്ല ഡോക്ടറാ, ഡൈവറേജ് കറക്റ്റ് മെയിൻ ഡോക്ടർ, നല്ല ഡോക്ടറാ. ഡോക്ടർ പല പ്രത്യേക ഡോക്ടറാ. ഡോക്ടർ സേവനം ചെയ്യുന്ന ആളാണ്. അമ്മമാരെ ആളത് വലിയ സർജറിക്ക് 5 ലക്ഷം സർജറി വന്ന് 50,000 ചെയ്ത് കൊടുക്കും. പോത്തങ്കോട് കറക്റ്റ്. ആർക്കും അങ്ങനത്തെ ആവശ്യം വിളിച്ചു വിട്ടോ, ഇന്ന് അതിന് മാത്രം വിളിച്ചാൽ മതി. വണ്ടിക്ക് നമ്പർ വേറെ കൊടുക്കണ്ട്. ഈ ഇങ്ങനത്തെ ഈ ഡോക്ടർ പരിചയപ്പെടാനും ഈ വലിയ കാല് മുറിക്കുന്ന ശസ്ത്രക്രിയ, കാല് മുറിച്ച് മാറ്റുന്ന കേസൊക്കെ, ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ കിംസിലും അവിടെ മറ്റുള്ള 5 രൂപ 4 രൂപ കേസൊക്കെ വെറും 50,000 രൂപ ചെയ്ത് കൊടുക്കും. ചില കേസിൽ അത്രയും പൂർ ആയിട്ടുള്ള ആൾക്കാരെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ജെന്യൂൻ കേസാ. ഭാര്യ ഭർത്താവ് ഡോക്ടറാ. ആ ജെന്യൂൻ കേസ് ആരും ആവശ്യക്കാർ വിളിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞതാ, സർജറിക്ക് എന്തെങ്കിലും ആൾക്കാർ നമ്മൾ കഴിക്കാൻ റൂട്ട് കാണിച്ചു കൊടുത്തതിന് അതിനും ദൈവത്തിൻ്റെ ഇത് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ കേസിന് ഇന്നെ ഡയറക്റ്റ് വിളിക്കാം. ഓക്കെ, ഇതിനെ വിളിച്ചാൽ ഇത് നമ്പർ വരും ആ കേസിനാണെങ്കിൽ. അപ്പോൾ പറഞ്ഞു 2017 W8 ഓട്ടോമാറ്റിക് വെറും 9 ലക്ഷം രൂപ ഫുള്ള് ലോൺ കിട്ടും. കുറച്ചുകൂടി കേട്ടോ. കിയ സെൽറ്റോസ് KL11 കോഴിക്കോട് വണ്ടിയാണല്ലോ. കിയ സെൽറ്റോസ് 2019 ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ്, സീറ്റ് വെന്റിലേഷനും സൺറൂഫ് എല്ലാം വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. 1,20,000 കിലോമീറ്റർ ഓട്ടം പോയി. വില കുറവുണ്ട്, വെറും 12.5. 12,50,000 രൂപയ്ക്ക് 2019 ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന വണ്ടി. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം അന്ന് ഇറങ്ങുമ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് 20 ലക്ഷം രൂപയിലുണ്ട്. 21.60 അടുത്ത് വില വരും അന്ന്. ഇന്നാണ് 25 ലക്ഷം രൂപ വില, 25 ലാക്സ്. ഇന്നത്തെ പ്രത്യേകത, ഇന്ന് പെട്രോളും ഡീസലും സെയിം പ്രൈസാണ്. ക്രെറ്റയും സെൽറ്റോസും പിന്നെ വെറും 12,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. അന്ന് നല്ല വ്യത്യാസം, അന്ന് 2 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പം സെയിം പ്രൈസ് ആണ്. വരുന്നത്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, കോഴിക്കോട് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഫുള്ള് കമ്പനി സർവീസ് പോയിട്ടുണ്ട്, യാതൊരുവിധ റീപ്ലേസും ഇല്ല. 12,50 ആണ്. ഈ 12,50 ലോൺ കിട്ടും, ഫുൾ ലോൺ. പിന്നെ എന്തെങ്കിലും വ്യത്യാസം വേണമെങ്കിൽ ചെയ്യാം. 2-3 വണ്ടി നമ്മൾ ഫുൾ ലോൺ കണ്ടു. ഫുൾ ലോൺ 2 കുറേ വണ്ടികളുണ്ട്. 10-55 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. കാണിക്കുന്ന പരമാവധി കാണിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പൊട്ടിച്ച് കൊടുക്കും. വണ്ടിന്റെ ആവശ്യക്കാർ വില കുറച്ച് കൊടുക്കും. ഇനിയും കുറയും. സെലേറിയോ വന്നു. എങ്ങനെ ഡീറ്റെയിൽ? സെലേറിയോ 2017 മോഡൽ സെലേറിയോ VXI ഓട്ടോമാറ്റിക് 34,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ലോ കിലോമീറ്റർ ആണ്. 17 VXI ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് പറഞ്ഞല്ലോ അല്ലേ, സിംഗിൾ പറഞ്ഞില്ലേ? ആ, ടയർ ഭാഗം കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി ഗുഡാണ്. ഇത് 4.4. 4,25,000 രൂപയ്ക്ക് 2017 VXI ഓട്ടോമാറ്റിക് വാഗണർ ലോ കിലോമീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ എത്ര കിട്ടും? ലോൺ ഒരു 3.5-3.25 വരെ ലോൺ കിട്ടും. 2017 VXI ഓട്ടോമാറ്റിക് 4.4 ആണ്. എന്തെങ്കിലും നമുക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. ബലേനോ ആണ്, KL 32 രജിസ്ട്രേഷൻ, ചേർത്തല വണ്ടി. 2016 മോഡല്. പിന്നെ ബലേനോ പെട്രോള് സീറ്റ മാനുവൽ, 1,40,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. ഡീസൽ അല്ല, പെട്രോള്. നല്ല ഓട്ടോ ഓടിയുള്ള 1,40,000 പെട്രോൾ. അതിന് വില കുറവുണ്ട്. 2016 ബൊലേനോ സീറ്റാന്ന് പറഞ്ഞാൽ സാധാരണ വണ്ടി വാങ്ങണമെങ്കിൽ 5.25 മുതൽ 6 രൂപ കൊടുക്കണം. സീറ്റ ഒരു 40-30 വണ്ടിക്ക്. ഉള്ളിന്റെ തൊട്ട് താഴെയാണ്. പുഷ്പട്ടം നടക്കം വരും ഇതിന്. ഈ വണ്ടിക്ക് 4.25 രൂപ ചോദിക്കുന്നുള്ളൂ. 4.25 ചോദിക്കുന്നുള്ളൂ. ഫുള്ള് ലോണും കിട്ടും. 2016 ഒരു റീപ്ലേസും ഇല്ല. ഈ ഫുള്ള് സർവീസ് കമ്പനി പോയി 5,000 സർവീസ് ട്രാക്കാണ്. കറക്റ്റ് 5,000 സർവീസാണ്. ഇത് ഡോക്ടർ ഓണറാണ്. ഡോക്ടർ ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർ ആണ്. ഡോക്ടർ എന്ന് വെച്ചാൽ ഇങ്ങനെ 4 വയ്ക്ക് നടക്കുന്ന ഡോക്ടർ ഫീസ് ഇങ്ങനെ വാങ്ങാൻ ഇങ്ങനെ നടക്കുക. അപ്പോൾ കിലോമീറ്റർ ആയിപ്പോയി. അവന് വണ്ടി ഫുള്ള് മെയിൻറ്റഡ് ആണ്, സിംഗിൾ ഓണർ ആണ്. 4.25 രൂപ തന്നാൽ മതി, 5 രൂപ ലോൺ കൊടുക്കാം. ഓക്കെ, ശരി എന്നാ. വെർണ 2015 വെർണ ഡീസൽ 1.4 ആണ്. 1.4 മൈലേജ് കിട്ടുന്ന ആൾക്കാരെ വണ്ടി. മൈലേജ് വേണ്ടി കൊടുക്കും. മറ്റേ 1.6 ഒരു 15-16 കിട്ടും. ഇത് തയ്ച്ച് 20 കിട്ടും. 1.4 20 കിട്ടും. ഇത് ബേസ് മോഡലാണ്, EX ആണ്. EX എന്ന് പറഞ്ഞാൽ അലോവീൽ ഉണ്ടാവും, ബാക്കിയെല്ലാം ഉണ്ടാവും. സ്റ്റിയറിംഗ് ബട്ടണും അതേപോലെ തന്നെ കമ്പനി സെറ്റും എല്ലാം വരും. അലോവീൽസ് ഉണ്ടാവില്ല. കീ സ്റ്റാർട്ട് തന്നെ വരിക. മൈലേജ് നല്ലോണം കിട്ടും. 2015 മോഡലും ഉണ്ട്. ഇത് 4.25 കൊടുക്കും. 4.25 2015 പറഞ്ഞ ഡീസൽ 86,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു 4.5 വരെ ലോണും കിട്ടും. ഒപ്പിച്ചു കൊടുക്കാം. 4.25 ചോദിക്കുന്നത്. വീണ്ടും XUV 500 വന്നിരിക്കുകയാണ്. XUV 500 2015 മോഡൽ W8 ഫസ്റ്റ് ഷേപ്പ് 2015 W8 സിംഗിൾ ഓണർ വണ്ടി. 1,40,000 കിലോമീറ്റർ ഓടി, കമ്പനി സർവീസ് ആണ്. ടോപ്പ് എൻഡ് വണ്ടി 6.5 ലക്ഷം രൂപ കൊടുക്കാം. വെറും 6.5 ലക്ഷം രൂപക്ക് 2015 W8.
W8 6,50,000 കേരള വണ്ടി ഫുൾ ലോൺ കിട്ടും. ഓക്കെ 2015 ഒറിജിനൽ കേരള വണ്ടി W8 വെറും 6.5 കൊടുക്കാം. ഫുൾ ലോൺ ഓക്കെ, ഒന്നും പറയില്ല. വെയിലുണ്ട്, പവർ പോയിന്, അതാണോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. എർട്ടിഗയാണ് എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡൽ എർട്ടിഗ VDI. 2018 രണ്ട് ഷേപ്പ് ഉണ്ട്. 16 കഴിഞ്ഞിട്ടുള്ള മോഡലാണത്. 16, 17, 18 ന്യൂ ഷേപ്പ് ഹൈബ്രിഡ് ഇഞ്ചൻ വരുന്ന മോഡലാണ്. പിന്നെ മൊത്തത്തിൽ മാറി, പിന്നെ മൊത്തത്തിൽ ഫുള്ളായിട്ട് മുന്നും ബാക്കിലും മാറുന്നത്. 2018 VDI. പിന്നെ 1,00,000 സംതിങ് കിലോമീറ്റർ, 1,10,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണറാണ്, ഫാൻസി നമ്പറാണ്, ഒറിജിനൽ കേരള വെഹിക്കിളാണ്. നമുക്ക് 7 ലക്ഷം റുപ്യ കൊടുക്കാം. ഒരു 6.5 ലോൺ കിട്ടും. 2018 എർട്ടിഗ VDI. മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. നല്ല മൈലേജ് ഉണ്ടാവും അല്ലേ? നല്ല മൈലേജ്, 20 അടുപ്പിച്ച മൈലേജ് കിട്ടും. പിന്നെ 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 6.5 ലോൺ കിട്ടും. നല്ല പാർട്ടിയാണ് 7 ലോണും കിട്ടും. എർട്ടിഗ നോക്കി നടക്കുന്ന കുറച്ച് ആളുകൾ തന്നെ വിളിച്ചിട്ടുണ്ട്. അതെ. ഓക്കെ, നോക്കാം എന്തായാലും. നല്ല വണ്ടിയാണ്, നല്ല വണ്ടി, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. ഇതാ വീണ്ടും 7 സീറ്റർ സൈലോ ആണ്. അതെ, 7 സീറ്റർ സൈലോ 2010 മോഡൽ E8 ആണ് ഏറ്റവും ടോപ്പ് വണ്ടി. E8 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 1 ലക്ഷം കിലോമീറ്റർ ഓടി, ഫുൾ കമ്പനി സർവീസ് ആണ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 3 ലക്ഷം രൂപ കൊടുക്കാം. 3 lakhs കൊടുക്കാം. 2010 E8 സൈലോ ടോപ്പ് എൻഡ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, KL 26, യാതൊരു റീപ്ലേസും ഇല്ല, പുതിയ ബാറ്ററിയാണ്, എല്ലാ ഭാഗവും മെക്കാനിക്കൽ എല്ലാം ഗുഡാണ്. ഒരു 3 ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ലോൺ കയറാൻ ചാൻസ് ഇല്ലല്ലോ? ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. ഈ പിന്നെ 2010 വണ്ടിയൊക്കെ ശ്രീറാം ചെയ്യുന്നുണ്ട്, അത് TVS ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ചെയ്യുന്നുണ്ട്. വേറൊരു പണിയില്ല, മെക്കാനിക്കൽ ഗുഡാണ്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം വീണ്ടും ഒരു മഹീന്ദ്ര XUV 500 XUV ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ ലാസ്റ്റ് സമയത്ത് 500 2019 മോഡൽ. 19 മോഡൽ W11 ഏറ്റവും ടോപ്പ് എൻഡ് W11 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, മാനുവൽ ഗിയർ ആണ്. 1,12,000 കിലോമീറ്റർ. 1,12,000 കിലോമീറ്റർ. 2019 മോഡൽ, 19 ഡിസംബർ വണ്ടി, വെറും 12,50,000 രൂപയ്ക്ക് ഏറ്റവും ടോപ്പ് എൻഡ് 2019 മോഡൽ. 24 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. 12 ലക്ഷം രൂപ മാത്രം. ഈ എമൗണ്ട് മുഴുവനായിട്ട് ലോണും കിട്ടും. ഇതിൽ വില വ്യത്യാസപ്പെട്ട് കൊടുക്കുകയും ചെയ്യാം. വിലയും മാറ്റമുണ്ട്, ഒന്നും നോക്കാനില്ല. W11 ആണ്. 2019 ഡിസംബർ വണ്ടി. ഡിസംബർ ഇൻഷുറൻസ് ഉണ്ട്, യാതൊരു ക്ലെയിമില്ല, ഫ്രണ്ടില്ല, ഒന്നുമില്ല. നല്ല വണ്ടി. അതേപോലെ തന്നെ വൈൻഡപ്പ് ചെയ്യുന്ന മുന്നേ ഹോണ്ട അമേഴ്സ് ഡീസൽ, ടൈഗൂൺ മാനുവൽ, ലാൻഡ് റോവറിന്റെ ഫ്രീലാൻഡർ, മറാസോ, ഹാരിയർ, ഫോർച്യൂണർ, പോളോ GT, I20 പെട്രോള്, പോളോ കുറഞ്ഞ 10 പോളോ, 13 പോളോ, 14 പോളോ, പിന്നെ എർട്ടിഗ 2013 എർട്ടിഗ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും വണ്ടി ഉണ്ട്. എല്ലാം കൂടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. WRV ഡീസൽ, റാപ്പിഡ് ഓട്ടോമാറ്റിക്, പോളോ ഡീസൽ മാനുവൽ, സ്വിഫ്റ്റ് പെട്രോള്, പിന്നെ XUV-കളൊക്കെ വേറെ ഒക്കെ ഉണ്ട്, എല്ലാം കാണിക്കുന്നില്ല. അപ്പോൾ എൻക്വയറി നടത്തുന്ന സമയത്ത് എൻക്വയറി കിട്ടിക്കോട്ടെ വെച്ച് പറയാം ഞാൻ. ഓക്കെ, വെയിലും അപ്പോൾ വീഡിയോ കാണുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക, അതേപോലത്തെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഈ മണ്ടറിന്റെ കല്യാണം നോക്കുക, അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, ഫുൾ സെറ്റ് ചെയ്യുക, എനിക്ക് 4 കച്ചവടം തരിക, കുറച്ചോടെ കാക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.